കഴിഞ്ഞ ദിവസമാണ് യൂണിയൻ മിനിസ്റ്ററായ ഗിരിരാജ് സിംഗ് നെഹ്റു ഇന്ത്യയെ വഞ്ചിച്ചവനാണ്, ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്നവനാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് കുറെ ഫോട്ടോകളുമായിട്ട് പാർലമെന്റിന് മുമ്പിലെത്തിയത്. അദ്ദേഹത്തിന്റെ കൊച്ചുമകനായ രാഹുൽ ഗാന്ധി ഈ കാര്യങ്ങൾക്ക് ഇന്ത്യയോട് മാപ്പ് പറയണം എന്നൊക്കെ അദ്ദേഹം അതിന്റെ മുമ്പിൽ നിന്ന് പറയുന്നുണ്ട്. നെഹ്റുവിനെ അപമാനിക്കുക എന്നത് മാത്രമായിരുന്നു ഗിരിരാജ് സിംഗിന്റെ ഏക ലക്ഷ്യം. പക്ഷേ നെഹ്റുവിനെ എക്സ്പോസ് ചെയ്യാൻ വന്ന ഗിരിരാജ് സിംഗ് സ്വയം എക്സ്പോസ് ആവുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കണ്ടത്. ഇവയൊക്കെയാണ് അദ്ദേഹം കൊണ്ടുവന്ന ഫോട്ടോകൾ. പക്ഷെ പ്രശ്നം ഇതിൽ രണ്ടെണ്ണം AI ജനറേറ്റഡ് ആണ്. ബാക്കി രണ്ടെണ്ണം കോണ്ടെക്സ്റ്റ് മാറി അപമാനിക്കാനായി മനഃപൂർവ്വം കൊണ്ടുവന്നതാണ്. ഇതിൽ ഈ ആദ്യ ചിത്രം ഇത് AI ജനറേറ്റഡ് ആണ്. ഇനി ഇതിലെ രണ്ടാമത്തെ ചിത്രം നെഹ്റുവിനെ ഒരു സ്ത്രീ ചുംബിക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ സഹോദരിയാണ്, വിജയലക്ഷ്മി പണ്ഡിറ്റ്. 1949 നിന്നുള്ള ചിത്രമാണിത്. ആ സമയത്ത് വിജയലക്ഷ്മി പണ്ഡിറ്റ് അമേരിക്കയുടെ ഇന്ത്യൻ അംബാസഡർ ആയിരുന്നു. നെഹ്റു അമേരിക്ക സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തെ വെൽക്കം ചെയ്യാനായി എത്തി അദ്ദേഹത്തെ ചുംബിക്കുന്ന ചിത്രമാണ് നിങ്ങൾ അപ്പോൾ കണ്ടത്. ആരാണ്? നെഹ്റുവിന്റെ സ്വന്തം സഹോദരി. ഈ മൂന്നാമത്തെ ചിത്രം അതും മറ്റാരുമല്ല, അദ്ദേഹത്തിന്റെ സഹോദരി തന്നെയാണ്. ഇനി നാലാമത്തെ ഫോട്ടോയിലേക്ക് പോയാലോ? അതും അവർ കൊടുത്തിരിക്കുന്നത് നെഹ്റുവിനെ അപകീർത്തിപ്പെടുത്താൻ തന്നെയാണ്. പക്ഷേ അത് അദ്ദേഹത്തിന്റെ അനന്തരവൾ നയൻതാര സഹഗളാണ്. ഇനി അഞ്ചാം ചിത്രം അതും AI ജനറേറ്റഡ് ആണ്. ഈ അവസാന ഫോട്ടോയിൽ അദ്ദേഹം ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ലേഡി മൗണ്ട് ബാറ്റൺ എന്നാണ്. പക്ഷേ നെഹ്റു സിഗരറ്റ് കത്തിച്ചു കൊടുക്കുന്ന ആ സ്ത്രീയുടെ പേര് മിസ്സിസ് സൈമൺ എന്നാണ്, ഒരു ബ്രിട്ടീഷ് ഹൈ കമ്മീഷണറുടെ ഭാര്യ. അല്ലാതെ അത് ലേഡി മൗണ്ട് ബാറ്റൺ അല്ല. 60 വർഷം മുമ്പ് മരിച്ചുപോയ നെഹ്റു ആണ് ഇപ്പോഴും ഇവിടുത്തെ സർക്കാരിന്റെ മുഖ്യ ശത്രു. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ. ആലോചിക്കണം, ഒരു യൂണിയൻ മിനിസ്റ്റർ ബജറ്റ് സമ്മേളനത്തിന് ഇടയ്ക്ക് പാർലമെന്റിന്റെ പുറത്ത് 60 വർഷം മുമ്പ് മരിച്ചുപോയ ഒരു പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ AI ജനറേറ്റഡ് ആയിട്ടുള്ള കുറെ ഫോട്ടോസും കോണ്ടെക്സ്റ്റ് മാറ്റിയ കുറെ ഫോട്ടോസുമായിട്ട് വരികയാണ്. ഇതിൽ ഒരു ഫോട്ടോ എന്നാൽ അദ്ദേഹത്തിന്റെ സഹോദരിയെ ചുംബിക്കുന്നതാണ്. അതുപോലും കോണ്ടെക്സ്റ്റ് മാറ്റി നെഹ്റുവിനെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ മാത്രം കൊണ്ടുവരികയാണ് ഗിരിരാജ് സിംഗിനെ പോലെയുള്ള യൂണിയൻ മിനിസ്റ്റർമാർ. മുൻ കരസേന മേധാവിയായ MM നരവനയുടെ പുസ്തകത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി ചർച്ച നടത്തിയതും എപ്സ്റ്റീൻ ഫയലിൽ BJP നേതാക്കളുടെ പേര് വന്നതുമൊക്കെ മറയ്ക്കാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലേ മതിയാവും. പിന്നെ രാഹുൽ ഗാന്ധി സ്വന്തം സഹോദരിയെ പബ്ലിക്കായി ചുംബിക്കുന്നത് ഇന്ത്യൻ സംസ്കാരത്തിന് ചേർന്നതല്ല എന്ന് പറയുന്ന ആളുകളിൽ നിന്ന് പിന്നെ നമ്മൾ വേറെ എന്താണല്ലേ പ്രതീക്ഷിക്കേണ്ടത്?